കഥയാരംഭിക്കുന്നത് ലില്ലി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഹംഗറിയിലായിരുന്നു അവൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് ഹേഗൻ എന്ന പേരുള്ള അവളേറെ ഓമനിച്ചു വളർത്തുന്ന ഒരു നായുണ്ടായിരുന്നു. അവളുടെ പാരന്റ്സ് സെപ്പറേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആത്മാർത്ഥമായ ബന്ധമെന്ന് പറയാൻ ആകെയുള്ളത് അവളുടെ ആ വളർത്തുനായ മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ അമ്മ അമേരിക്കയിലേക്ക് താമസം മാറ്റാൻ തീരുമാനിക്കുന്നത്. അവളെ അവളുടെ അച്ഛനടുത്താക്കാനായിരുന്നു അവർ തീരുമാനിച്ചത്. അങ്ങനെ അവൾ അച്ഛൻ ഡാനിയലിന്റെ അടുത്തേക്ക് എത്തി. ഡാനിയൽ വലിയൊരു ഇറച്ചിശാലയിൽ അറവുകാരനായിട്ടായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. 3 വയസ്സിന് ശേഷം തന്റെ മകൾ ലില്ലിയെ അദ്ദേഹം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വളർന്നു കഴിഞ്ഞ് മകളെ അങ്ങനെ നേരിട്ട് കാണുന്നതിൽ അദ്ദേഹം വല്ലാതെ സന്തോഷം അനുഭവിച്ചിരുന്നു. പക്ഷേ അവളുടെ കൂട്ടത്തിൽ വളർത്തുനായെയും കണ്ടതോടെ അദ്ദേഹം കുറച്ച് അസ്വസ്ഥനായി. മനസ്സില്ലാ മനസ്സോടെ മകളെയും വളർത്തുനായെയും അദ്ദേഹം തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടുകയാണ്. അപ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോൾ ആ അപ്പാർട്ട്മെന്റിന്റെ ഉടമയെ കണ്ടു. നായയൊന്നും ഇവിടെ പറ്റില്ല എന്നവർ ആദ്യമേ ഡാനിയലിനോട് പറയുന്നുണ്ട്. ഞാൻ വൈകാതെ അതിനെ ഒഴിവാക്കിക്കോളാം എന്ന് ഡാനിയൽ ഉറപ്പ് കൊടുത്തു. പിന്നാലെ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കടന്നു. വളരെ ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. ഒറ്റ മുറിയേ ഉള്ളൂ. ഡാനിയലിനും ലില്ലിക്കും അതേ മുറിയിലായിരുന്നു കിടക്കേണ്ടിയിരുന്നത്. നായയെ നിർത്താൻ മറ്റൊരു മുറി പോലുമില്ല. ഹേഗന് ചെറിയൊരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഭയന്നാൽ കുരച്ചുകൊണ്ടിരിക്കും. ഡാനിയൽ ഹേഗനെ ബാത്റൂമിൽ അടച്ചു. അതോടെ നിർത്താതെ അവൻ കുര തുടങ്ങി. കുറെ കേട്ടപ്പോ ലില്ലിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഡാനിയലിനും ലില്ലിക്കുമാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല. ലില്ലി എഴുന്നേറ്റ് തന്റെ വാദ്യോപകരണവും എടുത്ത് നേരെ ബാത്റൂമിലേക്ക് പോയി. ഹേഗൻ ഇഷ്ടപ്പെട്ട ഒരു ട്യൂൺ വായിച്ചു. അത് കേട്ടതും അവൻ കുറേയധികം സമാധാനപ്പെട്ടു. വളരെയധികം സമാധാനത്തിലായ ഹേഗൻ ബാത്റൂമിൽ കിടന്നുറങ്ങുകയും ചെയ്തു. നായയ്ക്കൊപ്പം നായയെ സമാധാനിപ്പിച്ച് അവൾ അന്ന് ആ ബാത്റൂമിൽ തന്നെയായിരുന്നു ഉറങ്ങിയത്. അടുത്ത ദിവസം ഡോർബെൽ റിംഗ് ചെയ്യുന്ന കേട്ടിട്ടാണ് ലില്ലിയും ഡാനിയലും എഴുന്നേൽക്കുന്നത്. ഡാനിയൽ വാതിൽ തുറന്നു നോക്കി. അനിമൽ വെൽഫെയർ ഓർഗനൈസേഷനിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെത്തിയിരുന്നു. നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നായയുണ്ട്, അത് രാത്രി മുഴുവൻ കുരയായിരുന്നു എന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അതന്വേഷിക്കാനാ വന്നത് എന്ന് വന്ന വ്യക്തി പറഞ്ഞു. എനിക്കിവിടെ നായൊന്നുമില്ല എന്നായിരുന്നു ഡാനിയലിന്റെ മറുപടി. തൊട്ടു പിന്നാലെ ഡാനിയലിന്റെ പിന്നിലായി ഹേഗൻ കടന്നു വന്ന് നിന്നു. നായയെ കണ്ടതും ഓഫീസർ പറഞ്ഞു, ഈ നായയെ വളർത്തണമെങ്കിൽ നിങ്ങൾ ലൈസൻസ് എടുക്കണം. അതിന് അത്യാവശ്യം നല്ലൊരു തുക ചെലവ് വരും. ഡാനിയലിനാണെങ്കിൽ നായകളെന്ന് പറഞ്ഞാൽ ഇഷ്ടമേ അല്ല. ഒരു നായയ്ക്ക് വേണ്ടി അത്രയും പണമൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഡാനിയൽ ദേഷ്യത്തിൽ പറഞ്ഞു. ലില്ലിയാണെങ്കിൽ മരണം നിന്നതൊക്കെ കേൾക്കുന്നുമുണ്ട്. നായയെ ഒറ്റയ്ക്ക് അപ്പാർട്ട്മെന്റിലാക്കി ലില്ലിക്ക് മ്യൂസിക് ക്ലാസ്സിൽ പോവാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹേഗനെയും കൂട്ടിക്കൊണ്ടായിരുന്നു ലില്ലി മ്യൂസിക് ക്ലാസ്സിലേക്ക് പോയത്. മ്യൂസിക് ക്ലാസ്സിൽ അനിമൽസിന് പ്രവേശനമില്ലാത്തതാണ്. ലില്ലി ഹേഗനെ അവിടുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കുന്ന കബോർഡിനകത്താക്കി. പക്ഷേ വൈകാതെ ക്ലാസ് ആരംഭിച്ചപ്പോ ഇൻസ്ട്രുമെന്റ്സിന്റെ വലിയ ശബ്ദം മുഴങ്ങുകയാണല്ലോ. അത് കേട്ട് ഭയന്ന ഹേഗൻ പുറത്തേക്കിറങ്ങി ഓടി. നായയെ കണ്ടതും അധ്യാപകന് ദേഷ്യം വന്നു. നായയെ നിയന്ത്രിക്കാൻ ലില്ലിയോട് പറയുകയും അതിനെ ഒഴിവാക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അധ്യാപകന്റെ വാക്ക് കേൾക്കാതെ ലില്ലി ക്ലാസ്സിൽ നിന്നിറങ്ങി ഹേഗനെയും കൂട്ടിക്കൊണ്ടുപോരുകയാണ്. പക്ഷേ പോരുന്ന വഴിയിൽ ഡാനിയൽ അവളുടെ അരികിലെത്തി. അവളെ ബലമായി കാറിൽ കയറ്റി. കൂട്ടത്തിൽ നായയെയും. മ്യൂസിക് ടീച്ചർ വിളിച്ചു പറഞ്ഞതിന് പ്രകാരം വിവരമറിഞ്ഞെത്തിയതായിരുന്നു അയാൾ. ആ നായയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഡാനിയൽ തീരുമാനിച്ചിരുന്നു. ലില്ലിക്കടുത്ത് ഹേഗനെ ഏതെങ്കിലും ഡോഗ് ഷെൽട്ടറിൽ ഏൽപ്പിക്കാം എന്ന് ഡാനിയൽ പറഞ്ഞെങ്കിലും ലില്ലി അതിന് സമ്മതിച്ചില്ല. ഹേഗൻ തന്റെ കൂടെ തന്നെ താമസിക്കും എന്ന് ലില്ലി വാശി പിടിച്ചപ്പോ ഡാനിയലിന് നല്ല ദേഷ്യം വന്നു. കാറ് നിർത്തി പുറത്തേക്കിറങ്ങിയ ഡാനിയൽ ഹേഗനെ പിടിച്ച് പുറത്താക്കി. പിന്നാലെ ലില്ലിയെ കാറിലേക്ക് കയറ്റി വേഗത്തിൽ കാർ ഓടിച്ചു പോവാൻ തുടങ്ങി. പുറത്തിറങ്ങിയ ഹേഗൻ ആദ്യമൊന്ന് അമ്പരന്ന് നിന്നെങ്കിലും ലില്ലിയെ പിരിയാൻ പറ്റാതെ ആ കാറിന് പിന്നാലെ ഹേഗൻ ഓടിക്കൊണ്ടേയിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോ ഡാനിയൽ കാർ പരമാവധി വേഗത്തിൽ ഓടിച്ചു. ഹേഗന് കാറിന് പിന്നാലെ ഓടിയെത്താൻ സാധിച്ചില്ല. തെരുവിൽ ഹേഗൻ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. ഹേഗൻ കുറേയധികം മണിക്കൂറുകൾ അവിടെ തന്നെ തുടർന്നിരുന്നു. ലില്ലി തിരികെ എത്തി തന്നെ കൂട്ടും എന്നവൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഡാനിയൽ വിടാത്തതുകൊണ്ടാകണം ലില്ലിക്ക് ഹേഗനെ തിരികെ വരാനേ സാധിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹേഗന് വിശക്കാനും മറ്റും ആരംഭിച്ചിരുന്നു. രാത്രിയിൽ ഡാനിയൽ കാണാതെ ഹേഗനെ തിരഞ്ഞു പോകുവാൻ പുറത്തു പോകാൻ ലില്ലി ഇറങ്ങിയെങ്കിലും ഡാനിയൽ അത് കണ്ട് കൈയോടെ പിടികൂടി. ലില്ലിയുടെ ആശ്രമവും തടയപ്പെട്ടു. പിറ്റേന്ന് പുലർച്ചെ തെരുവിൽ കിടന്നുറങ്ങിയ ഹേഗൻ ഉറക്കമുണരുകയാണ്. വല്ലാതെ വിശക്കുന്നുണ്ട്. ഹേഗൻ അവിടൊക്കെ ഭക്ഷണം തേടി നടന്നു. അപ്പോഴാണ് ചത്ത ഒരു മൃഗത്തിന്റെ മൃതശരീരം ഹേഗൻ കാണുന്നത്. അത്രയ്ക്ക് വിശപ്പുള്ളതുകൊണ്ട് അത് കഴിച്ചാലോ എന്ന് ഹേഗൻ ആദ്യം ചിന്തിച്ചു. പിന്നെ വേണ്ടെന്ന് വെച്ച് അവിടെ നിന്ന് മുമ്പോട്ട് നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഇറച്ചിവെട്ടുകടയുടെ മുമ്പിലേക്ക് ഹേഗൻ എത്തിച്ചേരുന്നത്. ഇറച്ചി വെട്ടുന്നത് വിശപ്പോടെ കൊതിയോടെ ഹേഗൻ നോക്കി നിന്നു. അപ്പോഴായിരുന്നു ഒരു വെള്ളനായ അതുവഴി
പോകുന്നത് ഹേഗൻ കാണുന്നത്. ഹേഗൻ അതിനെ പിന്തുടർന്നു. അത് പോയത് ആ ഇറച്ചിവെട്ടുകടയുടെ പിന്നിലേക്കായിരുന്നു. അവിടെ ഉപേക്ഷിക്കപ്പെടുന്ന ഇറച്ചി വേസ്റ്റുകളും മറ്റും ആ നായയും മറ്റ് തെരുവു നായകളും കഴിക്കുന്നുണ്ട്. ഹേഗൻ അങ്ങോട്ടേക്ക് വന്ന് അവരുടെ കൂട്ടത്തിൽ അത് കഴിക്കാൻ ആരംഭിച്ചു. പക്ഷേ ആ നായക്കൂട്ടം പുതുതായി വന്ന ഹേഗനെ കണ്ടതും വല്ലാതെ കുരയ്ക്കാൻ തുടങ്ങുകയാണ്. നായകളുടെ തുടർച്ചയായ കുരകേട്ട് ഇറച്ചിവെട്ടുകാരൻ പുറത്തേക്കിറങ്ങി വന്നു. ഇറച്ചിവെട്ടുകാരനെ കണ്ടതും തെരുവു നായകൾ വല്ലാതെ ഭയന്നോടി. വളർത്തുപട്ടിയായിരുന്ന ഹേഗൻ മാത്രം ഭയക്കാതെ അവിടെ നിൽക്കുകയാണ്. ഹേഗൻ അങ്ങനെ ഓടാതെ നിൽക്കുന്നത് കണ്ടതും ഇറച്ചിവെട്ടുകാരന് ദേഷ്യം വന്നു. ഹേഗനെ വകവരുത്താൻ തന്റെ വലിയ വെട്ടുകത്തിയുമെടുത്ത് അയാൾ പുറത്തേക്ക് വന്നു. ഈ സമയം നേരത്തെ കണ്ടിരുന്ന ആ വെള്ളനായുണ്ടല്ലോ, ആ തെരുവുപട്ടി, അത് അങ്ങോട്ടേക്ക് വന്നു. അതാ ഇറച്ചിവെട്ടുകാരനെ ഡിസ്ട്രാക്ട് ചെയ്തതുകൊണ്ട് ഹേഗനടക്കം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റി. ഹേഗൻ ആ വെള്ളത്തെരുവ് നായക്കൊപ്പം മുമ്പോട്ട് ഓടിപ്പോയി. അവർ ഓടിയെത്തിയത് തെരുവു നായകൾ വെള്ളം കുടിക്കുന്ന ചെറിയൊരു കുളത്തിന് സമീപത്തേക്കായിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് ഡോഗ് പോലീസ് എത്തി. തെരുവു നായകളെ പിടികൂടാൻ വേണ്ടിയായിരുന്നു അവരുടെ വരവ്. ഒരു തരത്തിലായിരുന്നു ആ വെളുത്ത തെരുവു നായയും ഹേഗനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയത്. ഡോഗ് പോലീസ് അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഓടുകയായിരുന്ന ഹേഗനെ തെരുവിൽ കഴിയുന്ന ഒരു പിച്ചക്കാരൻ പിടികൂടി. ഡോഗ് പോലീസിന്റെ കയ്യിൽപ്പെടാതെ അയാൾ അവനെ മറച്ചുവെച്ചു. ഇതേ സമയം മറുവശത്ത് ലില്ലിയുമായി ഡാനിയൽ വീണ്ടും മ്യൂസിക് ക്ലാസ്സിലെത്തിയിരുന്നു. തലേദിവസം ലില്ലി ചെയ്ത പ്രവൃത്തിക്ക് അധ്യാപകനോട് ഡാനിയൽ ക്ഷമ ചോദിപ്പിച്ചു. ലില്ലി അങ്ങനെ മ്യൂസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവൾ അച്ഛൻ തലേദിവസം ഹേഗനെ ഇറക്കിവിട്ട് എടുത്തു ചെന്നു. ഹേഗനെ തിരയാൻ ആരംഭിച്ചു. പക്ഷേ അവിടെങ്ങും ഹേഗനെ അവൾക്ക് കണ്ടുകിട്ടുന്നുണ്ടായിരുന്നില്ല. സന്ധ്യയോളം അവൾ തിരഞ്ഞെങ്കിലും അതുകൊണ്ടൊരു ഗുണവും ലഭിച്ചില്ല. ഡാനിയൽ അറിയാതായിരുന്നു അവൾ അതൊക്കെ ചെയ്തത്. അന്ന് രാത്രിയോടെ ഹേഗനെ പിടികൂടിയ പിച്ചക്കാരൻ അടുത്തുള്ള ഡോഗ് ഷെൽട്ടറിലെത്തി. ഹേഗനെ പണം വാങ്ങി അവിടെ വിറ്റു. ഹേഗനെ ചെയിൻ ധരിപ്പിച്ച് അവിടെ മറ്റു നായകൾക്കൊപ്പം ഷെൽട്ടർ ഉടമ ഇടുകയാണ്. അടുത്ത ദിവസം ഷെൽട്ടറിൽ നിന്നും ഒരു നായയെടുക്കുവാൻ ഒരു വ്യക്തി വന്നിരുന്നു. ഡോഗ് റെസ്ലിംഗ് ടൂർണമെന്റുകൾ നടക്കും. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു നായയെ വാങ്ങാൻ ആ വ്യക്തി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത്. ഹേഗനെയായിരുന്നു അയാൾ തിരഞ്ഞെടുത്തത്. ആ ഡോഗ് ഷെൽട്ടർ ഉടമ പറഞ്ഞു, ഹേഗൻ ഒരു പെറ്റ് ഡോഗാണ്. അത്തരമൊരു കാര്യത്തിന് ഇവൻ നന്നാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ വാങ്ങാൻ വന്ന വ്യക്തി ഹേഗനെ തന്നെ മതി എന്ന തരത്തിൽ വാശി പിടിച്ചു. ഷെൽട്ടർ ഉടമയ്ക്ക് കച്ചവടം നടന്നാൽ മതിയല്ലോ. പണം വാങ്ങി ഹേഗനെ ഷെൽട്ടർ ഉടമ അയാൾക്ക് വിറ്റു. ഹേഗന് മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കി കിടത്തിയായിരുന്നു അയാൾ അവിടെ നിന്ന് ഹേഗനെ കൊണ്ടുപോയത്. വീട്ടിലെത്തിയ അയാൾ ഹേഗനെ പരിശീലിപ്പിക്കാനും മറ്റും തുടങ്ങി. ആദ്യം ഹേഗനെ കരുത്തനാക്കാൻ ഹേഗന് പ്രോട്ടീൻ ഡ്രിങ്ക് കൊടുത്തു. ക്രൂരമായ രീതിയിലായിരുന്നു പരിശീലനം ഉണ്ടായിരുന്നത്. ഹേഗനെ ചെറിയൊരു കൂട്ടിൽ പട്ടിണിക്കിട്ട് പൂട്ടിയിട്ടു. പിന്നാലെ ഭക്ഷണം കാണിച്ച് ഫൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ആദ്യമൊന്നും ഹേഗൻ അയാളുടെ വാക്കുകൾ അനുസരിച്ചിരുന്നില്ല. അതോടെ ഹേഗനെ അയാൾ ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയി. നാളുകൾക്കപ്പുറം പാവം പിടിച്ചൊരു പെഡ്ഡോഗിൽ നിന്ന് ഹേഗൻ ആരും കണ്ടാൽ ഭയക്കുന്ന വെറുപിടിച്ചൊരു നായെപ്പോലായി മാറിയിരുന്നു. ഇതേ സമയം മറുവശത്ത് ലില്ലി എപ്പോഴും ഹേഗനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഓരോ ഡോഗ് ഷെൽട്ടറിൽ ചെന്നും ലില്ലി ഹേഗനെ പറ്റി തിരക്കി. ഒരിക്കൽ ഒരു ഡോഗ് ഷെൽട്ടറിലെത്തിയപ്പോൾ അവൾക്കൊരു വിവരം കിട്ടി. തെരുവുനായകൾ പരസ്പരം കടികൂടാറുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ വല്ല കടികൂടലും പെട്ട് നിന്റെ നായ ചത്തിരിക്കും. അത് കേട്ടതും അവൾ വല്ലാതെ ഭയപ്പെട്ടു. ഹേഗനെ തിരയുവാൻ അവിടെ നിന്ന് തന്റെ സൈക്കിളിനടുത്തേക്ക് അവൾ ഓടി. പക്ഷെ അവിടെ എത്തി അവൾ കണ്ടത് അവളുടെ സൈക്കിൾ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു. അന്ന് രാത്രിയിൽ ഹേഗനെ സ്വന്തമാക്കിയിരുന്ന ക്രൂരനായ മനുഷ്യൻ ഹേഗനുമായി ഒരു ഡോഗ് ഫൈറ്റിംഗ് ടൂർണമെന്റിനെത്തി. ഡോഗ് ഫൈറ്റിംഗ് അറീനയിൽ ഒരേ ഒരു നിയമമേയുള്ളൂ. ഡോഗ് ഫൈറ്റിനിറങ്ങുന്ന രണ്ട് നായകളിൽ ഒന്ന് പരാജയപ്പെടും. പരാജയപ്പെടുന്ന നായ കൊല്ലപ്പെടുകയും ചെയ്യും. ഡോഗിന്റെ ജീവനുമേലായിരുന്നു അത് കാണാനെത്തുന്നവർ ബെറ്റ് കെട്ടിയിരുന്നത്. വളരെ വലിയ തുകകൾ ബെറ്റിംഗായി അവിടെ നിറഞ്ഞു. അങ്ങനെ ഹേഗന്റെ ഊഴമെത്തി. ഹേഗൻ ഫൈറ്റിംഗ് ടൂർണമെന്റിന് അറീനയിലേക്ക് കയറുകയാണ്. ഹേഗനും എതിരെയുള്ള നായും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ ഹേഗനായിരുന്നു അതിൽ വിജയിച്ചത്. എതിരാളിയായ നായ കൊല്ലപ്പെട്ടു. ഒരു കച്ചവടക്കാരൻ ഹേഗന്റെ സ്ട്രെങ്ത് കണ്ട് അട്രാക്റ്റഡ് ആയി. ഹേഗനെ വാങ്ങാനായി ഹേഗനെ ട്രെയിൻ ചെയ്ത ക്രൂരനായ വ്യക്തിയുടെ അടുത്തെത്തി. പക്ഷേ അയാൾ ഹേഗനെ വിൽക്കാൻ തയ്യാറായിരുന്നില്ല. അതോടെ അവർ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമുടലെടുത്തു. ഇതിനിടയിലായിരുന്നു ഷോർട്ട് സർക്യൂട്ട് കാരണം പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോയത്. ഈ അവസരം മുതലെടുത്ത് ഹേഗൻ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി. രാത്രി മുഴുവൻ നിർത്താതെ ഓടിയ ഹേഗൻ തന്നെ പിടിച്ചുകൊണ്ടുപോയവരുടെ അടുത്തു നിന്നും രക്ഷപ്പെടുകയാണ്. ഓടിയോടി ഹേഗൻ തിരികെ തന്റെ നാട്ടിലേക്കെത്തി. ഇതേസമയം മറുവശത്ത് ലില്ലിയാകട്ടെ തന്റെ സൈക്കിൾ മോഷണം പോയതിന് പിന്നാലെ തെരുവിലൂടെ ഓടിയോടി വരികയായിരുന്നു. അങ്ങനെ വരുന്ന വഴിയിൽ തന്റെ ഒരു ക്ലാസ്മേറ്റുമായി അവൾ കൂട്ടിമുട്ടി. പീറ്റർ എന്നായിരുന്നു അവന്റെ പേര്. കാര്യങ്ങൾ പീറ്ററോട് പറഞ്ഞ അവൾ തന്റെ കൂടെ ഹേഗനെ തിരയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സൈക്കിൾ നോക്കാനും ആവശ്യപ്പെട്ടു. പക്ഷേ അവനൊരു പാർട്ടിക്ക് പോവണമായിരുന്നു. തന്റെ കൂടെ വരുന്നോ എന്ന് പീറ്റർ ചോദിച്ചപ്പോ മറ്റു വഴിയില്ലാതെ ലില്ലി മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഇതിനിടയിൽ പീറ്റർ ഒരു കാര്യം ചെയ്തു. പീറ്ററിന്റെ
ഷെൽട്ടറുടെ കയ്യിൽ കുറച്ച് മയക്കുമരുന്നുണ്ടായിരുന്നു. അത് സുരക്ഷിതമായി വെക്കാൻ അവൻ ലില്ലിക്കടുത്ത് പറഞ്ഞു. ലില്ലി അത് പോക്കറ്റിലിട്ടു. അങ്ങനെ പാർട്ടിയിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. അവിടെയുള്ളവരെല്ലാവരും ലില്ലിയേക്കാൾ മുതിർന്നവരായിരുന്നു. കുട്ടികൾ മദ്യപിക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. ലില്ലിക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. ഒടുവിൽ അവിടെ തുടർന്ന ലില്ലി അവശയായി അവിടെ കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് പുലർച്ചെ പോലീസ് റെയ്ഡിലായിരുന്നു ലില്ലി ഉണരുന്നത്. ലില്ലിയുടെ പോക്കറ്റിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയതോടെ അവർ ലില്ലിയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് നടന്ന ബ്ലഡ് പരിശോധനയിൽ ലില്ലി മയക്കുമരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛനെ വിളിച്ചു വരുത്തി അച്ഛനൊപ്പം ലില്ലിയെ അവർ പറഞ്ഞയക്കുകയാണ്. അന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അയാൾ ഒരുപാട് കരഞ്ഞിരുന്നു. തന്റെ മകളെ ഓർത്തിട്ടാണ് കരയുന്നത്. അത്ര വർഷത്തിനിടയിൽ മകളെപ്പറ്റി ഓർത്ത് ഭയന്ന് അദ്ദേഹം കരഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. നായയെ വിട്ടതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അവളുടെ വളർത്തുനായയെ വിട്ടയച്ചതിന് ഡാനിയൽ അവളോട് ക്ഷമ ചോദിച്ചു. എല്ലാ കാലത്തും താൻ അവളെ സ്നേഹിച്ചിരുന്നുവെന്നും നീയത് ഒരിക്കൽ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും ഡാനിയൽ വേദനയോടെ പറഞ്ഞു. ലില്ലിക്കും ആ നിമിഷത്തിൽ അച്ഛനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങനെങ്കിലും ആ നായയെ കണ്ടെത്തിത്തരാം, അല്ലെങ്കിൽ പുതിയത് നിന്നെ വാങ്ങിത്തരാം എന്ന് ഡാനിയൽ അവളോട് പറഞ്ഞു. പിന്നീട് അങ്ങോട്ടേക്ക് ഡാനിയലിന്റെയും ലില്ലിയുടെയും ബന്ധം കൂടുതൽ ഊഷ്മളമായി മാറി. തിരികെ സിറ്റിയിലേക്ക് എത്തിയ ഹേഗൻ വീണ്ടും ആ വെള്ളനായയെ കണ്ടു. അതിനൊപ്പം തെരുവുനായകൾ വെള്ളം കുടിക്കുന്ന ആ പോണ്ടിലേക്ക് വീണ്ടും ഹേഗൻ വന്നെത്തി. പക്ഷെ ഇത്തവണ അവരങ്ങോട്ടേക്ക് എത്തിയ അതേ സമയത്തായിരുന്നു ഡോഗ് പോലീസ് എത്തുന്നത്. ഡോഗ് പോലീസ് 2 നായകളെയും പിടികൂടി ഷെൽട്ടറിൽ എത്തിച്ചു. തലേ ദിവസത്തെ ഫൈറ്റിൽ ഹേഗന് പരിക്കുകളേറ്റിരുന്നു. ഷെൽട്ടറിലുള്ളവർ അതുകൊണ്ട് തന്നെ ഹേഗനെ ട്രീറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഹേഗനെ ഒരു കേജിലടയ്ക്കുകയും തുടർച്ചയായി ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതാകട്ടെ ഹേഗന്റെ മെന്റൽ കണ്ടീഷൻ കൂടുതൽ മോശമാക്കിയതേയുള്ളൂ. മറ്റു നായകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഹേഗൻ മാത്രം കഴിക്കാതിരിക്കും. പിന്നാലെ നായകളെ അഡോപ്റ്റ് ചെയ്യാൻ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. എല്ലാ ആളുകൾക്കെതിരെയും കുരച്ച് ഹേഗൻ ബഹളമുണ്ടാക്കി. അപകടകാരിയായ ഹേഗൻ അങ്ങനെ തുടരുന്നത് വരുന്നവർക്കും മറ്റു നായകൾക്കും അപകടമാണ് എന്ന് നോക്കിക്കണ്ട് ആ ഷെൽട്ടർ ഉടമ ഹേഗനെ ദയാവധം ചെയ്യാൻ തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് ലില്ലിയാകട്ടെ അവളുടെ വലിയൊരു സ്റ്റേജ് പെർഫോമൻസിന് തയ്യാറെടുക്കുകയായിരുന്നു. ആ പെർഫോമൻസ് കാണാൻ അവളുടെ അച്ഛനും വരാം എന്നവൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്. ഇതേസമയം ഷെൽട്ടർ ഉടമ ഹേഗനെ അക്രമകാരികളായ വലിയൊരു സംഘം നായക്കൂട്ടമുള്ള കൂട്ടിനുള്ളിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുചെല്ലുകയാണ്. ഷെൽട്ടർ ഉടമ ആ നായക്കൂടിന്റെ ഡോർ തുറന്നതും ഹേഗൻ അയാളെ ആക്രമിച്ചു. കനത്ത ആക്രമണത്തിൽ ഹേഗൻ അയാളെ കൊല്ലുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ആ കൂട് തുറന്ന് മറ്റക്രമകാരികളായ നായകൾ കൂടി പുറത്തേക്കിറങ്ങുകയാണ്. തങ്ങൾക്ക് വേണ്ടി കൂട് തുറന്ന് പുറത്തെത്തിച്ച് തങ്ങളെ നിയന്ത്രിക്കുന്ന ഷെൽട്ടർ സ്റ്റാഫിനെ കൊന്ന് ഹേഗനെ അവർ തങ്ങളുടെ ലീഡറായി കണ്ടു. അവർ ഹേഗനെ പിന്തുടരാൻ തുടങ്ങി. ഷെൽട്ടറിൽ നിന്നും നായക്കൂട്ടത്തിനൊപ്പം ഹേഗൻ പുറത്തേക്ക് വരികയാണ്. പിന്നാലെ ഹേഗനെ ലീഡറാക്കി നായക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങി. അത്രനാളും അവരെ അടിച്ചമർത്തിയ മനുഷ്യന്മാർക്കെതിരെ പ്രതികാരം തീർക്കുന്ന പോലായിരുന്നു നായക്കൂട്ടത്തിന്റെ പ്രവൃത്തി. വഴിയിൽ കാണുന്ന അക്രമകാരികളായിട്ടുള്ളവരെ ഓർത്തുവെച്ച് അവർ ആക്രമിച്ചു. തെരുവിലെങ്ങും കലുഷിതമായ അന്തരീക്ഷം പടരുകയാണ്. ആളുകൾ ഭയം ഓടിയൊളിക്കാൻ ആരംഭിച്ചു. നായക്കൂട്ടം അങ്ങനെ തെരുവിലൂടെയോടി ലില്ലിയുടെ കൺസേർട്ട് നടക്കുന്ന വലിയ ഹാളിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. പുറത്ത് വലിയ തോതിൽ നായക്കൂട്ടം ബഹളം വെക്കാൻ തുടങ്ങി. ഓഡിറ്റോറിയത്തിനകത്തുള്ളവർ വല്ലാതെ ഭയന്നിരുന്നു. ഈ സമയം ലില്ലി പുറത്തുള്ള നായക്കൂട്ടത്തിനിടയിൽ ഹേഗനെ കണ്ടു. അതോടെ പുറത്തിറങ്ങി ഹേഗനെ കണ്ടെത്തണം എന്ന് ലില്ലിക്ക് തോന്നി. പക്ഷേ ആളുകൾ ഓഡിറ്റോറിയത്തിന്റെ വാതിലൊക്കെ അടച്ച് സുരക്ഷിതമായി നിൽക്കുകയാണ്. ലില്ലിയോട് പോവരുത് എന്നവിടുത്തെ പലരും പറഞ്ഞെങ്കിലും ഒരു വഴി കണ്ടെത്തി അതുവഴി ലില്ലി പുറത്തിറങ്ങി. തന്റെ സൈക്കിളും എടുത്ത് തെരുവിലൂടെ നായക്കൂട്ടത്തെ നോക്കി ലില്ലി പോവാൻ തുടങ്ങി. തെരുവ് മൊത്തം നായക്കൂട്ടത്തിന്റെ ഭയത്താൽ വിജനമായി കഴിഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും ഹേഗനെ കണ്ടെത്തണം. ഹേഗനെ നിയന്ത്രിച്ചാൽ പ്രശ്നങ്ങൾ അടക്കാൻ സാധിക്കും എന്ന് ലില്ലി വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു സംഘം നായകൾ ലില്ലിയെ ചേസ് ചെയ്യാൻ തുടങ്ങി. സൈക്കിളിൽ പോയി ലില്ലി അതിൽ നിന്ന് താഴെ വീണു. പക്ഷെ അവളെ ഉപദ്രവിക്കാതെ നായക്കൂട്ടം മുമ്പോട്ട് പോവുകയായിരുന്നു ചെയ്തത്. തങ്ങളെ പഴയകാലത്ത് ഉപദ്രവിച്ചവരെ മാത്രമേ നായകൾ ആക്രമിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഹേഗൻ തന്റെ നായക്കൂട്ടവുമായി തന്നെ വിറ്റ് ഡോഗ് ഷെൽട്ടർ നടത്തുന്ന ആളുടെ അടുത്തേക്ക് എത്തി അയാളെ ആക്രമിച്ച് വകവരുത്തി. ലില്ലി സൈക്കിൾ ചവിട്ടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവിടെ മുഴുവൻ രക്തക്കളമായിരുന്നു. കൂട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവളെ കണ്ടു. സുരക്ഷിതമല്ലെന്ന് പറഞ്ഞ് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോവാൻ തുടങ്ങി. പക്ഷെ ഒരു തരത്തിൽ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ലില്ലി വീണ്ടും നായക്കൂട്ടത്തെ തിരയാൻ തുടങ്ങി. തന്റെ അച്ഛൻ ജോലി നോക്കുന്ന ഇറച്ചിവെട്ട് കടയിലേക്ക് ലില്ലി എത്തിച്ചേർന്നു. അവിടെത്തിയ ലില്ലി കണ്ടത് ഒരു ഇറച്ചിവെട്ടുകാരൻ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു. നായക്കൂട്ടം ആക്രമിച്ചതാണ്. കഥാരംഭത്തിൽ ഹേഗനെ കൊല്ലാൻ ശ്രമിച്ച ഒരു ഇറച്ചിവെട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ, അയാളെ ഓർത്തുവെച്ച് ഹേഗൻ തന്റെ സംഘവുമായി എത്തി കൊന്നതായിരുന്നു. അതൊക്കെ കണ്ടതോടെ ലില്ലിക്ക് കൂടുതൽ ഭയം തോന്നി. ലില്ലി ഉടനടി തന്റെ അച്ഛനെ വിളിച്ചു. പുറത്തെങ്ങും ഇറങ്ങരുതെന്നും സുരക്ഷിതമായി നിൽക്കണം
കേൾക്കാനും ലില്ലി അച്ഛനോട് പറഞ്ഞു. ഹേഗൻ തന്റെ അച്ഛനെയും ആക്രമിക്കുമോ എന്ന് ലില്ലി വല്ലാതെ ഭയക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം ഡാനിയലിന് മകളെയോർത്ത് ആശങ്കയായിരുന്നു. മകൾ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ ലില്ലിയെ അന്വേഷിച്ച് അയാൾ പുറത്തേക്കിറങ്ങി. നായകളെ നിയന്ത്രിക്കാൻ പോലീസ് സംഘവും എത്തിയിരുന്നു. ഒരുപാട് നായകളെ പോലീസ് സംഘം വെടിവെച്ചു കൊന്നു. എന്നിരുന്നാലും ഹേഗന്റെ നേതൃത്വത്തിൽ നായക്കൂട്ടം മുമ്പോട്ടേക്ക് സഞ്ചാരം തുടർന്നു. നായക്കൂട്ടമൊടുവിൽ ഹേഗനെ ക്രൂരമായി ഉപദ്രവിച്ച ടൂർണമെന്റിലടക്കം പങ്കെടുപ്പിച്ച ആ വ്യക്തിയുടെ വീട്ടിലേക്കെത്തി അയാളെയും ആക്രമിച്ച് വകവരുത്തി. ഒടുവിൽ ഹേഗന്റെ മുമ്പിൽ ബാക്കിയായത് തന്നെ ഉപദ്രവിച്ച തന്നെ ഉപേക്ഷിച്ച ഒരേ ഒരു വ്യക്തി മാത്രമായിരുന്നു. അത് ലില്ലിയുടെ അച്ഛനായിരുന്നു, ഡാനിയൽ. ഡാനിയലിനെ ലക്ഷ്യമാക്കി ഹേഗനും സംഘവും യാത്ര തിരിക്കുകയാണ്. ലില്ലി നേരെ തങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അങ്ങോട്ടേക്ക് കയറിയപ്പോൾ നായകൾക്കെതിരെ പ്രശ്നമുണ്ടാക്കിയ ആ അപ്പാർട്ട്മെന്റ് ഓണർ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു ലില്ലി കണ്ടത്. നായക്കൂട്ടം ആക്രമിച്ചതാണ്. ലില്ലിക്ക് അതോടെ കൂടുതൽ ഭയമായി. അച്ഛന്റെ കാര്യമോർത്ത് അവൾ കിടുകിടാ വിറച്ചു. അവൾ തിരികെ തന്റെ അച്ഛനുണ്ടായിരുന്ന ആ ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്തേക്ക് ചെന്നു. അവിടെ മുകൾ ഭാഗത്ത് ലില്ലിയുടെ അച്ഛൻ നിലകൊള്ളുന്നുണ്ടായിരുന്നു. ഈ സമയം ഹേഗനും അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഹേഗൻ ലില്ലിയുടെ അടുത്തേക്ക് ചെന്നു. ജീവിതത്തിലെ കഠിനമായ നാളുകൾ കൊണ്ട് ഹേഗൻ ലില്ലിയെ മറന്നു തന്നെ പോയിരുന്നു. നിരവധി നായകൾ അങ്ങോട്ടേക്ക് ഓടിയെടുത്തു. ലില്ലിയെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി. ഈ സമയം അത് ശ്രദ്ധിച്ചിരുന്ന ലില്ലിയുടെ അച്ഛൻ ഒരു ബ്ലോഗണ്ണുമായി ഇറങ്ങി വന്ന് നായകൾക്ക് നേരെ തീ തുപ്പുകയാണ്. പക്ഷെ നായക്കൂട്ടം അടങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ലില്ലി പെട്ടെന്നൊരു കാര്യം ഓർത്തു. തന്റെ വാദ്യോപകരണം എടുത്തു. പിന്നാലെ ഹേഗൻ ഇഷ്ടപ്പെട്ട ആ മ്യൂസിക് അതിൽ വായിക്കാൻ തുടങ്ങി. ആ മ്യൂസിക് കേട്ടതും തന്റെ മുമ്പിൽ നിൽക്കുന്ന ലില്ലിയെ ഹേഗൻ നൊടിയിടയിൽ തിരിച്ചറിഞ്ഞു. വെറുപിടിച്ചിരുന്ന ഹേഗൻ പെട്ടെന്ന് തന്നെ അടങ്ങി. ലില്ലിക്ക് മുമ്പിൽ മുട്ടുകുത്തി. പിന്നാലെ ആ നിലത്ത് കിടന്നു. ഹേഗൻ അത്തരത്തിൽ അടങ്ങിയപ്പോൾ ഹേഗന്റെ കൂട്ടത്തിൽ ഹേഗനെ ലീഡറാക്കി വെച്ചിരുന്ന മറ്റു നായകളും അത്തരത്തിൽ അടങ്ങിയിരുന്നു. അവരും താഴെ കിടക്കാൻ തുടങ്ങി. ലില്ലി ഹേഗനൊപ്പം താഴെ കിടന്നു. അത് കണ്ട് അതിശയത്തോടെ നോക്കിക്കണ്ട ലില്ലിയുടെ അച്ഛനും ലില്ലിയുടെ കൂടെ വന്ന് കിടന്നിരുന്നു. നഗരത്തിലേക്ക് സമാധാനം തിരികെ എത്തുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അത്. നായക്കൂട്ടം പൂർണ്ണമായും അടങ്ങിയിരുന്നു. ആ ദൃശ്യങ്ങളോടെ വൈറ്റ് ഗോഡ് എന്ന ഈ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.